ഉദാഹരണം, ഒരു കാര്യത്തിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. കാരണം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ, അറിഞ്ഞാൽ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. ഒരു രോഗം വന്നു, ആ രോഗത്തിന്റെ കാരണം എന്താണെന്ന് ശാസ്ത്രജ്ഞന്മാര് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. ആ രോഗം ഉണ്ടാക്കുന്ന രോഗാണുവിനെ, സൂക്ഷ്മജീവിയെ കണ്ടെത്തുന്നു. അപ്പൊ അതിനു മുമ്പ് അതിനെ അറിഞ്ഞുകൂടാ. അപ്പൊ അറിഞ്ഞുകൂടാത്തതിനെയാണ് അന്വേഷിച്ചത്, അന്വേഷിച്ച് കണ്ടെത്തി. അപ്പൊ ഇതാണ് ഈ രോഗത്തിന്റെ കാരണം. അപ്പൊ ഇതിനെ നശിപ്പിച്ചാൽ പിന്നെ രോഗം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അപ്പൊ രോഗത്തിന് പ്രതിവിധി ഉണ്ടായി. അപ്പൊ അവിടെ അറിഞ്ഞിട്ടല്ല അന്വേഷിച്ചത്, അന്വേഷിച്ച് കണ്ടെത്താണ് ചെയ്യുന്നത്. അപ്പൊ അറിയുന്നതിന് വേണ്ടിയിട്ടല്ല, അറിയാത്തതിന് വേണ്ടിയാണ് എപ്പോഴും അന്വേഷണം നടക്കുന്നത്. ഒരു സത്യമുണ്ട് എന്നറിയാൻ പറ്റും, അതെന്താണെന്ന് അറിയണത് അന്വേഷിക്കുമ്പോഴാണ്. സത്യമാണോ അല്ലയോ എന്ന് അറിയുന്നതും അന്വേഷിച്ച് നോക്കുമ്പോഴാണ്. അപ്പോൾ അന്വേഷണം അറിഞ്ഞതിന് വേണ്ടിയാണ് എന്ന് പറയാൻ പറ്റില്ല.